ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകലും നമ്മുടെ നടുവിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ചൊരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആത്മീയ ആരാധനയ്ക്കായി ആലയത്തിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. ഏറിയ പ്രാർത്ഥനയോട് നാം ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയുടെ ദിവസങ്ങളൊക്കെ നമ്മളെ സഹായിച്ച വഴി നടത്തിയ കർത്താവ് വേണ്ടതൊക്കെ ഒരുക്കി തന്നു. ജീവനും ഭക്തിക്കും ആവശ്യമുള്ളത് നൽകി. സമാധാനത്തോടെ ആശ്വാസത്തോടെ ഈ ഭൂമിയുടെ പരപ്പിൽ ഒരു ദിവസം കൂടെ കാണുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഒരുക്കുന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ ഒത്തിരി കുറവുകൾ, വേദനകൾ, പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇതിനേക്കാൾ അധികം പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന അനേകരുണ്ടെന്നുള്ളൊരു ബോധ്യം, എനിക്കിത്രയും സൗഖ്യം തന്നല്ലോ, ആരോഗ്യം തന്നല്ലോ, സന്തോഷം തന്നല്ലോ, കർത്താവെ അതിന് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ നമുക്ക് കഴിയണം. നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഒന്ന് വായിക്കാമോ ആ ഭാഗം? കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അങ്ങനെയെങ്കിൽ ദൈവമക്കൾക്ക് നല്ല ഉറപ്പുണ്ടാകണം. കഷ്ടതയിൽ നിലവിളിക്കാൻ അറിയാമെങ്കിൽ ഉത്തരം തരാൻ ദൈവമുണ്ട്. പലപ്പോഴും കഷ്ടതയുടെ നടുവിൽ നിലവിളിക്ക് പകരം പിറുപിറുക്കാൻ പോയാൽ ഉത്തരം ലഭിക്കണമെന്നില്ല. ഇസ്രായേൽ മക്കളുടെ അനുഭവം നമുക്കറിയാം. മരുഭൂമിയിലൂടെ സഞ്ചരിച്ചപ്പോൾ കഷ്ടതയാണ്, ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ വന്നു. ഇതിൻ്റെ നടുവിൽ ദൈവസന്നിധി പ്രാർത്ഥിക്കേണ്ടതിന് പകരം അവർ ചെയ്തത് എന്തുവാ? പിറുപിറുക്കുമായിരുന്നു. ദൈവത്തിന് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് പിറുപിറുപ്പ്. വേണ്ടതെല്ലാം ഒരുക്കി തരുന്നുണ്ട്. എന്തിനാ കുറവ്? നമ്മൾ പറയും മരുഭൂമിയാണെങ്കിൽ അവർക്ക് എന്തിന് കുറവ് വന്നവിടെ? ആ പുസ്തകമൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അവരുടെ വസ്ത്രം പഴകിയില്ല, ചെരുപ്പ് തേഞ്ഞില്ല, ആഹാരത്തിന് ബുദ്ധിമുട്ടില്ല, ഏറ്റവും ശുദ്ധമായ വെള്ളം ദൈവം കൊടുത്തു, ശക്തന്മാരുടെ ദൂതന്മാരുടെ ആഹാരം കൊടുത്തു, പകൽ മേഘസ്തംഭം, വെയിൽ തട്ടാതെ എയർ കണ്ടീഷൻഡാക്കി മരുഭൂമി, രാത്രിയിൽ കുഴിയിലകപ്പെടാതെ അത് മുഴുവൻ ലൈറ്റാക്കി പ്രകാശമയമാക്കി. എന്തിനാ കുറവ് വരുത്തി? നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് പരിശോധിക്കണം. നമുക്ക് ഇതൊക്കെയല്ലേ നമ്മുടെ അനുഭവം? എന്തിനാ കർത്താവ് കുറവ് വരുത്തി? എന്തെങ്കിലും കുറവുണ്ടോ? ഒന്നിനും കർത്താവ് കുറവ് വരുത്തിയിട്ടില്ല. നമുക്ക് തോന്നുക എനിക്ക് എന്തൊക്കെയോ കുറവുണ്ടതാണ്. ഒരു ചിന്തകൻ പറഞ്ഞൊരു വാക്ക് ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്. അങ്ങനെ തോന്നുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ അഹങ്കാരികളാണ്. എനിക്കിന്ന് കിട്ടേണ്ടത് പലതും കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നെങ്കിൽ ഞാനൊരു അഹങ്കാരിയാണ്. നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ യാഥാർത്ഥ്യം അതാണ്. അഹങ്കാരിക്കൊരിക്കലും സംതൃപ്തി ഉണ്ടാകത്തില്ല. അഹങ്കാരിക്കെപ്പോഴും ഞാൻ ഇതിലും അപ്പുറം എത്തേണ്ടതാ, ഇതിലും മേളിലെത്തേണ്ടതാ, എനിക്ക് കുറെ കൂടെ ഉയരേണ്ടതാ. ദൈവം ഇത്രയും കൊണ്ടുവന്ന് ഓർത്തങ്ങ് സ്തോത്രം പറഞ്ഞാൽ മതി. ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് ഒന്നും കർത്താവ് കുറവ് വരുത്തിയിട്ടില്ല. എൻ്റെ കർത്താവ് ഒന്നിനും കുറവ് വരുത്തത്തില്ല. എന്നാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഉത്തരം ലഭിക്കണമെങ്കിൽ പ്രശ്നം ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഈ ഭൂമിയിൽ പറക്കുന്ന പെന്തിക്കോസുകാരായ നമുക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നം. നമ്മുടെയൊക്കെ സാക്ഷ്യം കേട്ടാൽ നമുക്കേ ഉള്ളൂ പ്രശ്നം, വേറെ ആർക്കും. അവർക്കാർക്കും സാക്ഷ്യം പറയാൻ അറിയാത്തതുകൊണ്ട് അവർ സാക്ഷ്യം പറയുന്നില്ലെന്നേ ഉള്ളൂ. നമുക്ക് ഭംഗിയായ വാചകത്തിൽ സാക്ഷ്യം പറയാൻ അറിയാം. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് അവതരിപ്പിക്കും. എല്ലാവർക്കും പ്രശ്നമുണ്ട്. എന്നാൽ വീട്ടിൽ ഞാൻ വാക്യം ഒന്നുകൂടെ വായിക്കാമോ? ഞാൻ എൻ്റെ കഷ്ടതയിൽ മതി. അങ്ങനെയൊക്കെ വളരെ ഗൗരവത്തോടെ ഓർക്കണം. കഷ്ടതയിൽ ഞാൻ വീണ്ടും ആ വാക്ക് പറയുന്നു. നിലവിളിക്കാൻ അറിയാമോ? ഉത്തരം തരാൻ ദൈവം വിശ്വാസം. കഷ്ടതയിൽ പിറുപിറുക്കരുത്. പിറുപിറുത്താൽ ഉത്തരമില്ല, ദൈവത്തിന്റെ കോപം ചൊലിക്കും. പക്ഷെങ്കിൽ കഷ്ടതയിൽ നിലവിളിച്ചാൽ ഉത്തരം തരാൻ ദൈവം വിശ്വസനാണ്. ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. വേഗത്തിൽ ഞാൻ ദൈവം ഏൽപ്പിച്ചൊരു ചിന്തയിലേക്ക് പ്രവേശിക്കാനാണ് ആഗ്രഹിക്കുന്നത്. 120 മുതൽ 134 വരെയുള്ള 15 സങ്കീർത്തനങ്ങൾ നമുക്കറിയാം. അതിൻ്റെ തലക്കെട്ട് ആരോഹണ ഗീതങ്ങൾ. ഞാൻ അതേക്കുറിച്ചൊന്നും വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരൊറ്റ വാക്ക് പറഞ്ഞ വേഗത്തിൽ ആ ചിന്തയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. പല ചിന്തകൾ വേദപഠിതാക്കളുടെ ഇടയിലുണ്ട്. ബാബിലോണിലെ പ്രവാസത്തിൽ 70 വർഷത്തെ പ്രവാസം കഴിഞ്ഞ് യെരുശലേമിലേക്ക് മടങ്ങുന്ന ജനം ആ യാത്രയിൽ പാടിയ പാട്ടെന്ന് പറയുന്നുണ്ട്. കാരണം അവർ 70 വർഷം ബാബിലോണി അടിമത്തത്തിൽ നിന്ന് മടങ്ങി വരുമ്പോൾ 121 സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം നമുക്ക് കാണുന്നുണ്ട്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. 25 വരുമ്പോൾ അവിടെ ഒരു പ്രത്യേക പദമുണ്ട്. പർവ്വതങ്ങൾ 125 യഹോവയിൽ ആശ്രയിക്കുന്നവൻ
അടുത്തത്, പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു. എന്തുവാണെങ്കിലും ഇവർ യെരൂശലേമിനോട്ട് അടുത്തു വരുന്നു. യെരൂശലേമിലേക്ക് അടുത്തു വരുമ്പോൾ പർവ്വതങ്ങൾ കാണുമ്പോൾ ഇവർക്ക് മനസ്സിലായി ഞങ്ങളുടെ സ്വന്തം നാട്ടിലെത്തി. ഈ ബോധ്യം വന്നപ്പോൾ ഇവരുടെ നാവിൽ നിന്ന് പാട്ടുയരാൻ തുടങ്ങി. ഇനി മറ്റൊരു ചിന്ത പറയുന്നത്, അവരുടെ ഭവനങ്ങളിൽ നിന്ന് യെരൂശലേമിൽ ദൈവത്തെ ആരാധിക്കാൻ കടന്നു പോകുമ്പോൾ, ഈ യെരൂശലേമിനോട്ട് അടുക്കുമ്പോൾ ആ മലകൾ, പർവ്വതങ്ങൾ കാണുമ്പോൾ അറിയാതെ സ്തോത്രം ചെയ്തു തുടങ്ങുന്നു. എന്താണെങ്കിലും ഒറ്റ വാക്കിൽ പറഞ്ഞുകൊള്ളട്ടെ, വിടുതൽ പ്രാപിച്ച ജനത്തിന്റെ നാവിൽ പാട്ടുണ്ട്. ആരാധനയ്ക്ക് പോകുന്ന ജനത്തിന്റെ നാവിലും പാട്ടുണ്ട്. ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് പറയണം, കർത്താവേ, തന്ന വിടുതലിനെ ഓർത്ത് ദൈവത്തിന് സ്തുതി പാടാൻ എന്നെ ബലപ്പെടുത്തണമേ. യെസ്, ഹല്ലേലൂയ. എത്ര പ്രശ്നത്തിന്റെ നടുവിൽ നിന്ന് കർത്താവ് എന്നെ വിടുവിച്ചു. ഇന്ന് പകൽ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവമക്കൾ വിളിച്ചു പറയണം, എന്റെ ജീവിതത്തിന്റെ കഷ്ടതയുടെ നടുവിൽ നിലവിളിച്ചപ്പോൾ എനിക്ക് മറുപടി നൽകിയൊരു ദൈവമുണ്ട്. ദൈവം എനിക്ക് മറുപടി നൽകിയെങ്കിൽ എന്റെ നാവിൽ പാട്ടുണ്ടായിരിക്കണം. യെസ്, ഹല്ലേലൂയ. ദൈവത്തെ പാടി സ്തുതിക്കാൻ നമുക്ക് കഴിയണം. അടുത്ത രണ്ടാമത്തെ ചിന്ത ഞാൻ പറഞ്ഞല്ലോ, ആലയത്തിലേക്ക് പോകുന്നവരുടെ നാവിലും പാട്ടുണ്ടായിരിക്കണം. ദൈവത്തെ സ്തുതിക്കാൻ കടന്നു പോകുമ്പോൾ പാട്ടുപാടി ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. ഞാൻ ഈ സങ്കീർത്തനത്തെ മൂന്നായിട്ടൊന്ന് വിഭജിച്ച് വേഗത്തിൽ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ 2 വാക്യങ്ങൾ നമുക്ക് കാണാം. പ്രാർത്ഥനയാ. വായിച്ചോളൂ. 1, 2 വാക്യങ്ങൾ ഒരിക്കൽ കൂടെ വായിച്ചോളൂ. ആ, ആദ്യത്തെ 2 വാക്യത്തിൽ തന്നെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. 1, കഷ്ടതയെ നിലവിളിച്ച് ഉത്തരമരളി. 2 വീണ്ടും പറയുകയാണ്, കർത്താവേ, വ്യാജമുള്ള അതിരത്തെയും വഞ്ചനയുള്ള നാവിനെയും തടുത്ത് എൻ്റെ പ്രാണനെ. തനിക്കെതിരെ കുറ്റമാരോപിക്കുന്ന, വ്യാജാരോപണങ്ങൾ നടത്തുന്ന ആരൊക്കെയോ വ്യക്തികൾ അല്ലെങ്കിൽ ഒരു സമൂഹം, ഇതിനെ കർത്താവേ, നീ അതിനെയൊക്കെ ഒന്ന് തടഞ്ഞു നിർത്തണം. ആ ഭാഗം വളരെ ശ്രദ്ധേയമാണ്, ആ പ്രാർത്ഥന. ഞാൻ ചോദിച്ചോട്ടെ, ഈ സങ്കീർത്തനക്കാരനും നാവില്ലേ? മനസ്സിലാകുന്നുണ്ടോ? 2 വാക്യം ഒന്നുകൂടെ വായിക്കാമോ? ആ, വ്യാജമുള്ള അതിര, ആ ആ താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, എനിക്കെതിരെ വ്യാജമുള്ള തരം, വഞ്ചനയുള്ള നാവ് ആരൊക്കെയോ ഉപയോഗിക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഈ സങ്കീർത്തനക്കാരന് നാവില്ലേ? തനിക്ക് തിരിച്ചു പറഞ്ഞാൽ പോരെ? എനിക്കെതിരെ പറയുമ്പോൾ എൻ്റെ നാവെടുത്ത് എനിക്കും എന്തോ ചെയ്യാം? തിരിച്ചു പറയാം. ചിലർക്ക് ചോദിക്കുന്നത്, നിന്റെ വായിൽ എന്നാടാ നാക്കില്ലേ? ചില വിഷയത്തിൽ മൗനമായിരിക്കുന്നവരോട് ചിലരൊക്കെ, അത് ലോകഭാഷയാണ്, വചനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. നിന്നെ ഇത്രയും പറഞ്ഞിട്ടും നീ തിരിച്ചു പറയാം, നിനക്കെന്നാ വായി നാക്കില്ലായിരുന്നോ? ഈ സങ്കീർത്തനക്കാരനോട് തന്നെ ചോദിക്കുന്നുണ്ടായിരിക്കും, നിനക്ക് നാക്കില്ലേ? നിനക്കും പറയരുതോ? അവർ പറഞ്ഞാൽ നിനക്കും പറയാൻ അറിയത്തില്ലേ? പക്ഷെങ്കിൽ ഇദ്ദേഹം ചെയ്ത കാര്യം എന്തുവാ? ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, വഞ്ചനയുള്ള നാവ്, വ്യാജം പറയുന്ന അധരം, എൻ്റെ നേരെ എന്തൊക്കെയോ പറയുന്നു, കർത്താവേ, അങ്ങ് ഹാൻഡിലേ. മനസ്സിലാകുന്നുണ്ടോ? ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഇതാ. എൻ്റെ നാവ് കൊണ്ട് ഞാൻ പ്രതികരിക്കുന്നതിന് പകരം എൻ്റെ നാവെടുത്ത് എനിക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, എനിക്കെതിരെ വരുന്ന ആ വാക്കുകൾ, നാക്കുകൾ, ഭാഷകൾ, അതിൻ്റെ സ്റ്റാൻഡേർഡിൽ മറുപടി പറയാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ ചെയ്യത്തില്ല കർത്താവേ എന്ന ഞാനൊരു കാര്യം പറയാം, കർത്താവേ, അങ്ങ് ഇതങ്ങ് ഏറ്റെടുക്കുക. ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് എനിക്കെതിരെ വരുന്ന ആരോപണങ്ങൾക്ക് മറുപടി കൊടുക്കാൻ ദൈവത്തെ അങ്ങ് ഏൽപ്പിക്കാമോ? ഞാൻ ആ ഭാഗം ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ദൈവമക്കൾ വളരെ ഗൗരവത്തോടെ ഈ വചനം ഏറ്റെടുക്കുക. നമുക്കെതിരെ വരുന്ന എന്തുമാകട്ടെ, ആരുമാകട്ടെ, അതിനെതിരെ ഞാൻ പ്രതികരിക്കാതെ ദൈവത്തെ ഏൽപ്പിക്കാമോ? ഏറ്റവും ബെസ്റ്റ് അതാ. ദൈവത്തെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ ദൈവം അത് ഏറ്റെടുത്തോളും. പിന്നെ ഞാൻ ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ട. പലപ്പോഴും ദൈവം നമ്മുടെ വിഷയത്തിൽ ഇടപെടാത്തതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? നമ്മൾ പറയാനുള്ളതെല്ലാം പറയും, ഇങ്ങോട്ട് പറഞ്ഞു, അങ്ങോട്ടും പറഞ്ഞു. ഒടുവിൽ ഞാൻ അങ്ങ് പരാജയപ്പെട്ടെന്ന് വെച്ചോ, അന്ന് രാത്രിയിലത്തെ കണ്ണുനീരോടുള്ള പ്രാർത്ഥന എന്തുവാ? എന്തെല്ലാം വലിയ ഭക്തരായോ?
എന്തോ ആയിരിക്കും നമ്മുടെ പ്രാർത്ഥന? കർത്താവേ, എനിക്കെതിരെ അവരെന്തെല്ലാം പറഞ്ഞു, നീ ഒന്ന്. കർത്താവ് ശാന്തമായിട്ട് ഇങ്ങോട്ട് മറുപടി പറഞ്ഞു, നീ ഇടപെട്ടില്ലേ, ഇനി ഞാനൂടെ. നമ്മളത് കേൾക്കത്തില്ല. ബെസ്റ്റ് മെത്തേഡ് ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, എനിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ നാവ് അടക്കി വെച്ചിട്ട് എനിക്ക് ദൈവത്തോട് പറ, കർത്താവേ ഹാൻഡിൽ ചെയ്തോ. ദൈവം ഹാൻഡിൽ ചെയ്തോളൂ. ഹാൻഡിൽ ചെയ്ത് എങ്ങനെ? അടുത്ത വാക്യം വായിച്ചത് ദൈവം ഹാൻഡിൽ ചെയ്ത് അവിടെ എഴുതിയിട്ടുണ്ട്. ആ ആ അവിടെ ദൈവം അന്നേരം ഈ ഭക്തന്, ഒരുപക്ഷെ ദാവീദ് തന്നെ ആകാം, ആരും ആയിക്കോട്ടെ, അവിടെ ഹെഡിങ്ങിൽ പേരൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അദ്ദേഹം പറയുകയാണ്, ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മറുപടി കൊടുത്തു. ആ മറുപടി ചോദ്യവും ഉത്തരവും നമുക്കറിയാം. 3-4 വാക്യങ്ങളൊന്നും വായിച്ചോളൂ. 3-ാം വാക്യത്തിൽ ഒരു ചോദ്യം, 4-ാം വാക്യത്തിൽ അതിന്റെ ഉത്തരം. ആ വഞ്ചന. വായിച്ചോളൂ. മതി. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് എനിക്കെതിരെ ആരോപണം ഉന്നയിച്ചവരുടെ നാവിനെ ഞാൻ അങ്ങ് വിട്ടുകൊടുത്തു. കർത്താവെ ഹാൻഡിൽ ചെയ്തു. കർത്താവ് ഹാൻഡിൽ ചെയ്തപ്പം ഈ ഭക്തൻ ചോദിക്കുകയാണ്, വഞ്ചനയുള്ള നാവേ നിനക്ക് എന്തു വരും? ഇംഗ്ലീഷിലാണ് വാക്യം ഒന്ന് വായിക്കാം. വേഴ്സ് 3 and 4, Psalms 120. അവിടെ പറയുന്ന ഒന്നുകൂടെ പദങ്ങളുണ്ടായിരുന്നു. ഈ നാവിന് എന്തോ കിട്ടും. ഞാൻ ആ ഭാഗം ഒന്നുകൂടെ പറയുന്നു. എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച നാവ്, അവിടെ വായിക്കുന്ന ഇങ്ങനെയാണല്ലോ, വഞ്ചനയുള്ള നാവേ നിനക്കെന്ത് വരും? നിനക്കെന്ത് കിട്ടും? വഞ്ചനയുള്ള നാവിന് എന്തോ സംഭവിക്കാൻ പോകുന്നു, എന്തോ കിട്ടുന്നു. 4-ാം വാക്യത്തിൽ വീരന്റെ ഈ നാവിന് കിട്ടാൻ പോകുന്നത്, വീരന്റെ മൂർച്ചയുള്ള അസ്ത്രം ഈ നാവിന്മേൽ വരും. ഇതാരാ കൊടുക്കുന്നത്? ദൈവം കൊടുത്തോളും. വീരന്റെ മൂർച്ചയുള്ള അസ്ത്രത്തെ ഈ നാവിന്മേൽ ദൈവം അയക്കും. തീർന്നില്ല. പൂവത്തിൻ കനലും തന്നെ. അതേക്കുറിച്ച് വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏറ്റവും അധികം ചൂടുള്ള ഒരു വിറകാണ് പൂവത്തിൻ വിറക്. ഒരു മരമാണ്. ഇതിന്റെ തീയ് വളരെ ശക്തമാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചപ്പോൾ ദൈവം പറയുകയാണ്, ഈ നാവിന് കിട്ടാൻ പോകുന്നത്, വീരന്റെ കയ്യിലെ മൂർച്ചയുള്ള അസ്ത്രം വന്ന് അവന്റെ നാവിനെ തൊടുമ്പോൾ, അല്ലെങ്കിൽ നാവിനെ ഭേദിക്കുമ്പോൾ, ഇനിയും ഇത് പൂവത്തിൻ കനലിലിട്ട് കത്തിച്ചാമ്പലാകുന്നത് പോലെ അവൻ ഇനിമേലാൽ നിനക്കെതിരെ സംസാരിക്കാതിരിക്കത്തക്കവണ്ണം ഞാൻ അതിന്മേൽ ഇടപെട്ടോളാം. യെസ്, ഹല്ലേലൂയ. ഇതെപ്പോഴാ സംഭവിച്ചത്? ഞാൻ ദൈവത്തിന്റെ കരങ്ങൾക്ക് ഏൽപ്പിച്ചപ്പോഴാണ്. ഞാൻ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാതെ ഞാൻ തന്നെ കൈകാര്യം ചെയ്ത് തുടങ്ങിയാൽ ഉണ്ടാകുന്ന പ്രശ്നം ഞാൻ ആവർത്തിച്ചോട്ടെ, അവരുടെ നാവിന് മൂർച്ച കൂടി വരും. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചപ്പോൾ ദൈവം മൂർച്ചയുള്ള വീരന്റെ കയ്യിലെ അസ്ത്രം കൊണ്ട് ആ നാവിനെ തകർക്കും. അഥവാ പൂവത്തിൻ കനൽ കൊണ്ട് ചുട്ടു ചാമ്പലാക്കത്തക്ക രീതിയിൽ ഇനി മേലാൽ എന്നോട് സംസാരിച്ച് എന്നെ ഭാരപ്പെടുത്താതിരിക്കത്തക്കവണ്ണം ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് ഞാൻ ദൈവത്തിന്റെ കരങ്ങൾക്ക് ഏൽപ്പിക്കുമ്പോഴാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ആ ഭാഗം ക്ലോസ് ചെയ്ത് അടുത്തതിലൂടെ ഒന്ന് കയറിക്കോട്ടെ. ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്തുവാ? ദൈവത്തിനെ ഏൽപ്പിക്കുക. ഞാൻ പ്രതികരിക്കണ്ട. ഇനി ഞാൻ ചോദിച്ചോട്ടെ, എൻ്റെ നാവ് എന്തിനുള്ളതാ? ദൈവത്തെ സ്തുതിക്കാനുള്ളതാ, ദൈവത്തിന് നന്ദി കരയറ്റാനുള്ളതാ. എൻ്റെ നാവ് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം കരയറ്റി നന്ദി പറഞ്ഞ് ദൈവനാമത്തെ ഉയർത്തുമ്പോൾ എൻ്റെ ജീവിതം അവിടെ ധന്യമാകും. ദൈവം എന്നെ വിളിച്ചത്, എന്നെ ആക്കിയത് ദൈവത്തിന് സ്തോത്രം ചെയ്യാനാണ്, സ്തുതി കരയറ്റാനാണ്, നന്ദി പറവാനാണ്. ജീവിതത്തിൻ്റെ യാത്രകളിൽ ദൈവമക്കളെ നമുക്കൊക്കെ ഈ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുള്ളവരാ. നമുക്കെതിരെ ആശ്വാസത്തിന്റെ, സമാധാനത്തിന്റെ പ്രശംസാവാക്കുകൾ മാത്രമല്ല പലരും ചൊരിയുന്നത്. വേണ്ടാത്ത പലതും വരുമ്പോൾ ഈ മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്യാമോ? ഞാൻ വീണ്ടും വചനത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് പറയട്ടെ, നമ്മൾ രക്ഷപ്പെട്ടു. എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് എൻ്റെ ദൈവത്തെ കൊണ്ടങ്ങ് ഹാൻഡിൽ ചെയ്യിക്കാമോ? എൻ്റെ ദൈവം കൈകാര്യം ചെയ്തോളും. എൻ്റെ ദൈവം കൈകാര്യം ചെയ്താൽ അത് പിന്നീട് ഒരിക്കലും എനിക്കൊരു ദോഷമാകത്തില്ല.
വേഗത്തിൽ അടുത്ത ചിന്ത പറഞ്ഞ എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാം. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരാം. 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ അങ്ങ് വായിച്ചോളൂ. ആ ഈ ഭക്തൻ തൻ്റെ ജീവിതത്തിൻ്റെ അടുത്ത വിഷയത്തിലേക്ക് കയറി വരികയാണ്. അവിടെ നിന്ന് ചില ചിന്തകൾ ഓർപ്പിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അവിടെ വായിക്കുകയാണ്, ഞാൻ മേശക്കിൽ പ്രവാസം ചെയ്യുന്നു. മേശക്ക് നമുക്കറിയാം, വേദപുസ്തകം പഠിക്കുമ്പോൾ യെഹെസ്കേൽ പ്രവചനം, യെശയ്യാവിലൊക്കെ എഴുതിയിട്ടുണ്ട് റഷ്യ. ദൈവസഭയ്ക്ക്, ദൈവജനത്തിനെതിരായി നമുക്കറിയാം, ഇന്ന് സുവിശേഷത്തിന് ഒരുപക്ഷെ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും എപ്പോഴും ഇസ്രായേലിൻ്റെ ആ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ അവർക്കെതിരെ നിൽക്കുന്ന രാജ്യമാണ് റഷ്യ. ഏതു കാലത്തും ഇന്നും അവർക്കെതിരാണ്, നാളുകളിലും എതിരായിരിക്കും. നമുക്കറിയാം, ഒരു 3ാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ റഷ്യയുടെ നേതൃത്വത്തിലായിരിക്കും ഇസ്രായേലിനെതിരെ സൈന്യങ്ങൾ അണിനിരക്കുന്നത്. അങ്ങനെയെങ്കിൽ മേശക് അവിടെ പാർക്കുക എന്ന് പറഞ്ഞാൽ ദൈവജനത്തിന് എന്നും അസ്വസ്ഥതയുണ്ടാക്കുന്നതിൻ്റെ നടുവിൽ. ഞാൻ പ്രവചന ഭാഗത്തേക്കൊന്നും ഒത്തിരി കയറാൻ പോകുന്നില്ല, നമ്മുടെ ആ പ്രായോഗിക ചിന്തയിലേക്ക് വരാം. ഞാൻ മേശക്കിൽ പാർക്കുന്നു. ഒന്നുകൂടെ വായിക്കാം ആ ഭാഗം. ഞാൻ മേശക്കിൽ പ്രവാസം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പാർക്കുന്നത് ദൈവസഭയ്ക്ക്, ദൈവജനത്തിന്, ദൈവീകതയ്ക്ക്, ആത്മീയതയ്ക്ക് കോട്ടം തട്ടുന്നതിൻ്റെ നടുവിലാണ് ഞാനായിരിക്കുന്നത്. വചനത്തിൽ ചില വാക്കുകളൊക്കെ വളരെ ശ്രദ്ധയോടെ ഓർക്കണം. ഇവിടെ എന്തോ ചെയ്യുക? ഞാൻ പ്രവാസം ചെയ്യുക. അതിൻ്റെ അർത്ഥം തന്നെ ഞാൻ സ്ഥിരതാമസമല്ല അവിടെ, ഞാൻ ടെമ്പററിയാണ്. ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ ടെമ്പററി ആണെങ്കിൽ പിന്നെ ഇതിന് ഒത്തിരി ടെൻഷൻ എടുക്കുന്നത്? എൻ്റെ സ്വന്തം വീട് ഇവിടെ അല്ലല്ലോ, അതെവിടാ? അങ്ങ് മേളില. ഞാൻ തൽക്കാലത്തേക്ക് പാർക്കുക. ഞാനൊരു വാക്കൂടെ അതിനോടൊന്ന് കൂട്ടിച്ചേർത്തോട്ടെ, മനസ്സിലാകാനായിട്ട് ലളിതമായൊരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് സ്വന്തമായി ഒരു വീട് പണിതുകൊണ്ടിരിക്കുന്നുവെന്ന് കരുതുക. തൽക്കാലത്തേക്ക് നിങ്ങൾ അതിനടുത്ത് ഒരു വാടക വീട്ടിൽ താമസിക്കുന്നു. 1-2 മാസത്തിനകം നിങ്ങളുടെ വീടിൻ്റെ പണി പൂർത്തിയാകും. നിങ്ങൾ വാടക വീട്ടിൽ താമസിക്കുമ്പോൾ അയൽവാസി ഭയങ്കര ശല്യമാണ്. നമുക്ക് ന്യായമായിട്ട് എന്തോ ചെയ്യാം? വിവരമുള്ളവന് പറയാം, ഞാൻ 2 മാസം കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് നീ എന്തെങ്കിലുമൊക്കെ കാണിയില്ലേ, ഞാൻ അങ്ങോട്ട് മാറാൻ പോവുക, ഇതെൻ്റെ വീട് അല്ല, ഞാൻ ടെമ്പററി തൽക്കാലത്തേക്ക് ഞാൻ താമസിക്കുന്നതേ ഉള്ളൂ. ഈ ബോധ്യമുണ്ടെങ്കിൽ അയൽവക്കക്കാരനോട് വഴക്കുണ്ടാക്കാൻ പോകണോ? അയൽവക്കക്കാരോട് വഴക്കുണ്ടാക്കിയ കാര്യമല്ല ഞാൻ ഈ പറയുന്നൊരു ഉദാഹരണം അങ്ങ് പറഞ്ഞതാണ്. നമ്മളെപ്പോഴും ഓർത്തണം, നമ്മളിവിടെ ആരാ? പ്രവാസികളാണ്. പക്ഷേ ഈ പ്രവാസി പാർക്കുന്നത് എവിടെ? മേശക്കിലാണ്. അതായത് ദൈവനാമത്തിന്, ദൈവസഭയ്ക്ക്, ദൈവമക്കൾക്ക് അനുകൂലമല്ലാത്ത ആത്മീയ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന ജലത്തിൻ്റെ ഇടയിലാണ് ഞാൻ പാർക്കുന്നത്. ഞാൻ മേശക്കിൽ പ്രവാസം ചെയ്യുന്നു. തീർന്നില്ല, അടുത്തത് കേദാർ കൂടാരങ്ങളിലാണ് പാർക്കുന്നത്. കേദാർ എന്ന് പറയുമ്പം നമുക്കറിയാം ഇസ്മായേലിൻ്റെ മകനാണ്. അതായത് അറബികളുടെ കൂടാരം. വേണമെങ്കിൽ ഒരു വാക്യം വായിക്കാം, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. ഈ 25-ാം അധ്യായത്തിൻ്റെ 12, 13, 14 വാക്യങ്ങളൊന്ന് വായിച്ചോളൂ. ആ മതി. 2ാമത്തെ മോൻ്റെ പേര് കിട്ടി, കേദാർ. ഇപ്പം ഈ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ പാർക്കുന്നത് എവിടെ? കേദാർ കൂടാരങ്ങളിലാണ്. അതായത് ഇസ്മായേലിൻ്റെ വംശക്കാരുടെ പാർക്കുക. എൻ്റെ ആത്മീയതയ്ക്ക് തടസ്സം നിൽക്കുന്ന ചിലരുടെ കൂടാരത്തിലാണ് ഇപ്പം പാർക്കുന്നത്. ഈ 2 പദങ്ങൾ നമ്മൾ ഓർക്കണം. മേശക്കിൽ, കേദാർ കൂടാരങ്ങളിൽ. മേശക്കിലും കേദാർ കൂടാരങ്ങളിലും പാർക്കുമ്പോൾ എനിക്ക് ആത്മീയമായി വളരാൻ സാധ്യതയില്ലാത്ത, എന്നെ വളർത്താത്ത, എന്നെ നാവുകൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ആ കൂട്ടത്തിൻ്റെ നടുവിൽ ഞാൻ പാർക്കുന്നു. ഞാൻ മേശക്കിൽ പ്രവാസം ചെയ്യുന്നത് കൊണ്ട് കേദാർ കൂടാരങ്ങളിൽ പാർക്കുന്നതും വായിച്ചോളൂ. താൻ പറയുകയാണ്, ഇത് ഭയങ്കര കഷ്ടമായ കാര്യമാണ്. ഞാനിപ്പം പാർക്കുന്നത് ഒരു പ്രത്യേക സ്ഥലത്താണ്.
ഇത് കഷ്ടം പിടിച്ച കാര്യമാണ്. നിങ്ങൾക്കൊക്കെ മാറി നിന്ന് പലതും പറയാൻ കഴിയും, പക്ഷെങ്കിൽ അനുഭവത്തിൽ വന്നാലേ അറിയത്തുള്ളൂ എന്ന് ചിലരൊക്കെ പറയുന്നത് പോലെ ഞാനിപ്പോൾ ഇതിന്റെ നടുവിലാണ് പാർക്കുന്നത്. വായിച്ചോളൂ, ഞാൻ അതിന് ശേഷം വിശദീകരിക്കാം. താൻ പറയാണ് സമാധാനം കിട്ടുന്നില്ല, മടുത്തു. ഒരു വാക്കുകൊണ്ട് പോലും ഒരു സമാധാനത്തിന്റെ വാക്ക് എനിക്ക് കേൾക്കാൻ കഴിയാത്ത ആ ഗ്രൂപ്പിന്റെ നടുവിൽ പാർത്തതെനിക്ക് മതിയായി. താൻ പറയാണ് ഞാനൊരു സമാധാന പ്രിയനാ. എനിക്ക് ഒന്നും മിണ്ടാനൊക്കത്തില്ല. ഞാൻ വല്ലതും പറഞ്ഞു തുടങ്ങുമ്പോഴേ ഈ സമാധാന ദോഷികൾ എന്തോ ചെയ്യും? പ്രശ്നം ഉണ്ടാക്കും. ഞാനൊരു സമാധാന പ്രിയനാ. ഞാൻ ആ ഭാഗത്തു നിന്ന് ഇത്രയും ആശയം നമുക്ക് മനസ്സിലായി. ഞാൻ അവിടെ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് ഒന്ന് കയറാൻ പോവാം. ഇതിൻ്റെ ഇടയിൽ പാർക്കുമ്പോൾ നമ്മളെന്തോ ചെയ്യണം? ഇന്ന് പകൽ നമ്മൾ ഒന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇതാണ്. മേശക്കിലും കേദാർ കൂടാരങ്ങളിലും പാർത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കെതിരെ സമാധാന ദ്വേഷികൾ ഒത്തിരിയുണ്ട്. ഞാൻ സമാധാന പ്രിയൻ, എനിക്ക് സമാധാനം ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് സമാധാനം വേണമെന്നുണ്ട്. പക്ഷെ എൻ്റെ സമാധാനത്തെ കെടുത്തുന്ന സമാധാന ദ്വേഷികൾ പാർക്കുന്നതിൻ്റെ നടുവിൽ എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണം? ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ വേഗത്തിൽ ഓർപ്പിക്കാം. യിരെമ്യാ പ്രവചനത്തിലേക്ക് ഒന്ന് വന്നാട്ട്. യിരെമ്യാ പ്രവചനം 15-ാം അധ്യായത്തിന്റെ 19-ാമത് വാക്യം ഒന്ന് വായിച്ചോളൂ. മതി. ആ ഭാഗത്ത് ഒരു വാക്ക് പറഞ്ഞ് പെട്ടെന്ന് മുന്നോട്ട് പോകാം. ആദ്യത്തെ ഭാഗം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. മേശക് ആൻഡ് കേദാർ കൂടാരം നമ്മൾ പാർക്കുന്നത് ഇതിൻ്റെ നടുവിലാണെങ്കിലും ദൈവം തൻ്റെ മക്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ് നമ്മൾ വായിച്ചത്. അവിടെ വായിച്ചത് ഇങ്ങനെയാണല്ലോ, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എൻ്റെ മുമ്പിൽ നിൽക്കാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും. അടുത്ത ഭാഗമാണ് പ്രാധാന്യമുള്ളത്. നീ അധമമായത് മതി. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഈ മേശക്കിലും കേദാർ കൂടാരങ്ങളിലും പാർക്കുമ്പോൾ അധമമായത് ഒത്തിരി ഞാൻ കേൾക്കും. പക്ഷെ ഞാനത് ചെയ്യണം. ആ ഭാഗം മാത്രം ഒന്ന് എടുക്കാമോ? നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ. അങ്ങനെയെങ്കിൽ വചനം വ്യക്തമായിട്ട് പറയുന്നു, അധമമായത് പറയുന്നവരുടെ നടുവിൽ ഞാൻ അധമമായത് ഒഴിച്ചിട്ട് ഉത്തമമായത് പ്രസ്താവിക്കണം. അപ്പം ദൈവം എൻ്റെ നാവിൽ എന്തോ തന്നിട്ടുണ്ട്? ഉത്തമമായത് തന്നിട്ടുണ്ട്. ഞാൻ വളരെ ശാന്തമായിട്ടിത് പറയാം. നമ്മൾ ഉള്ളിലോട്ട് ഈ വചനം ഒന്ന് കയറി ചെല്ലണം. അപ്പം ലോകം അധമമായത് ഒത്തിരി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ ഭാഷ, ലോകത്തിൻ്റെ രീതി, ഇതെല്ലാം അധമമാണ്. പക്ഷെ ദൈവം എനിക്ക് തന്നത് എന്തുവാ? ഉത്തമമാണ്. ഇനി ഞാൻ ഇത് രണ്ടും കേട്ടിട്ടുണ്ട്. ഞാൻ അല്പം കൂടെ പറഞ്ഞോട്ടെ. ലോക മനുഷ്യൻ ഉത്തമമായതൊന്നും കേട്ടിട്ടില്ല. അവരെന്തേ കേട്ടിട്ടുള്ളൂ? അവരുടെ അതേ ഉള്ളൂ. അപ്പം നമ്മുടെ എന്തോ കൂടെ ഉണ്ട്? ഉത്തമമായതുണ്ട്. നമ്മളും ഈ ഭൂമിയിൽ പാർക്കുന്നിടത്തോളം കാലം ഞാൻ ഒത്തിരി അധമം കേട്ടിട്ടുണ്ട്. പക്ഷെ ലോക മനുഷ്യന് ഉത്തമം കേട്ടിട്ടില്ല. ദൈവം പറയുന്നു, നീ അധമമായത് ഉപേക്ഷിക്ക. അത് നീ അത് നീ ഒത്തിരി കേട്ടിട്ടുണ്ട്. നീ അത് കളഞ്ഞിട്ട് ഉത്തമമായത് പ്രസ്താവിച്ചാൽ തീർന്നില്ല. നീ എൻ്റെ വായ് പോലെ. അങ്ങനെയെങ്കിൽ ഞാൻ അധമമായത് ഉപേക്ഷിച്ച് ഉത്തമമായത് പ്രസ്താവിക്കുമ്പോൾ ഞാൻ ആരായി മാറുക? ദൈവത്തിൻ്റെ ശബ്ദമായി മാറുക. കാരണം ദൈവത്തിന് ഉത്തമം മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന് അധമമായത് പറയാൻ കഴിയത്തില്ല. ദൈവിക അംശം എന്നിലേക്ക് വരുമ്പോൾ, ഞാൻ ദൈവത്തിന്റെ ഭാഗമാകുമ്പോൾ, ഒരു ദൈവമകനായി ദൈവമകളാകുമ്പോൾ, അധമമായതിനെ മാറ്റിയിട്ട് ഉത്തമമായതിനെ ഞാൻ പറയുമ്പോൾ ഞാൻ ദൈവത്തിന്റെ നാവായി മാറുന്നു. അടുത്ത വാചകം. അവർ നിന്റെ പക്ഷം തിരിയും, നീ അവരുടെ പക്ഷം. എപ്പോഴാണ് ഇത് സംഭവിച്ചത്? ഞാൻ ഉത്തമമായത് പ്രസ്താവിച്ചു തുടങ്ങുമ്പോൾ അധമമായത് പറഞ്ഞവർ എൻ്റെ പക്ഷത്ത് വരും. ഞാൻ അധമമായത് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ അവരുടെ പക്ഷത്ത് ചേരും. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു, നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ അവരുടെ പക്ഷം ചേരത്തില്ല, അവർ നിന്റെ അടുക്കൽ വരും.
നിന്നെ ബഹുമാനിക്കും, നിന്നോട് കാര്യങ്ങളൊക്കെ ആലോചിക്കും, നിന്നോട് പ്രാർത്ഥിക്കാൻ പറയും. ഇത് സംഭവിക്കണമെങ്കിൽ ഞാൻ മേശക്കിൽ പാർക്കുമ്പോഴും കേദാർ കൂടാരങ്ങളിൽ പാർക്കുമ്പോഴും എന്റെ നാവിൽ നിന്നും അധമമായത് ഒഴിച്ചിട്ട് ഉത്തമമായത് പ്രസ്താവിക്കുമ്പോൾ ഞാൻ ദൈവത്തിന്റെ നാവായി മാറും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അവരെന്റെ പക്ഷം ചേരും. ഞാൻ ലോകക്കാരനാകത്തില്ല, ലോകക്കാരൻ എന്നോടടുത്ത് വരും. ഈ ദിവസങ്ങൾ ദൈവമക്കൾ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, അധമമായതൊക്കെ എനിക്ക് ഒത്തിരി അറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ഈ ഭൂമിയിലാണ് പാർക്കുന്നത്. എന്നാൽ കർത്താവേ, ഉത്തമമായത് കേൾക്കാത്ത ഒത്തിരി പേരുണ്ട്. അവരുടെ നടുവിൽ ഉത്തമമായത് പറവാനായിട്ട് എന്റെ നാവിനെ ബലപ്പെടുത്തണമേ എന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ? തീർച്ചയായിട്ടും ദൈവമക്കളെ അപ്രകാരം പ്രാർത്ഥിക്കാമെന്നുണ്ടെങ്കിൽ ദൈവം നിന്റെ നാവിൽ തരുന്ന ഉത്തമമായത് നീ ഒന്ന് പറയാമെങ്കിൽ ഇന്നലെ വരെ നിന്നെ ദ്വേഷിച്ചവർ നിന്റെ കൂടെ ചേരും. അവർ നിന്റെ പക്ഷം ചേരും, നീ അവരുടെ പക്ഷം ചേരത്തില്ല. ആ ഉറപ്പോട് പറയണം, കർത്താവേ, എന്റെ പക്ഷത്ത് ചിലരെ കൊണ്ടുവരുവാൻ വേണ്ടി എന്റെ നാവിലൂടെ ഉത്തമമായത് പറവാനുള്ള കൃപ എനിക്ക് തരണമേ. കൃപ. ഞാൻ അടുത്ത ചിന്തയോടെ പറഞ്ഞ് വേഗത്തിൽ എന്റെ വാക്ക് അവസാനിപ്പിക്കാം. ഒന്ന്, ഞാൻ പറഞ്ഞല്ലോ, അധമമായതൊഴിച്ച് ഉത്തമമായത് പ്രസ്താവിക്കാൻ കേദാർ കൂടാരങ്ങളിൽ നമുക്ക് കഴിയണം. രണ്ടാമത്തെ ചിന്തയോടെ വേഗത്തിൽ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം കൊടുത്ത് വായിച്ചാട്ടെ. ആ മതി. അവിടെ നമുക്ക് ആ ഭാഗം, ഞാൻ ആ വാക്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. പെർഗമോസിലെ സഭയ്ക്ക് ദൂത് കൊടുക്കുമ്പോൾ അവിടെ പറയുന്നൊരു പ്രത്യേക പദം നമ്മൾ ശ്രദ്ധിച്ചല്ലോ. നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താന്റെ സിംഹാസനമുള്ളിടവെന്നും ഞാൻ അറിയുന്നു. നീ എൻ്റെ നാമം, അടുത്തതിൻ്റെ അവസാന ഭാഗത്തേക്ക്, നീ എങ്കലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. ഇതെവിടാ? സാത്താന്റെ സിംഹാസനമുള്ളിടത്താണ്. എന്നിട്ട് പറഞ്ഞാൽ സാത്താന്റെ ക്യാപിറ്റൽ സിറ്റിയിൽ ഒരു സഭയുണ്ട്. ആ സഭയുടെ പേര് പെർഗമോസിലെ സഭ. ഈ പെർഗമോസിലെ സഭ വളരെ ഗൗരവത്തോട് ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൊടുക്കും പറയാണ്, നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താന്റെ സിംഹാസനമുള്ളിടവെന്നും. അങ്ങനെയെങ്കിൽ സാത്താന്റെ ക്യാപിറ്റൽ സിറ്റിയിൽ ഒരു ചർച്ച്, ഈ ചർച്ചിൽ ഉണ്ടായ കാര്യം ഇവിടെ പറയുകയാണ്, നീ എൻ്റെ നാമം, ആദ്യം നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. 2, നീ എങ്കിലുള്ള വിശ്വാസം. അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചോട്ടെ, ഈ സാത്താന്റെ ക്യാപിറ്റൽ സിറ്റിയിലും ദൈവത്തിന്റെ നാമത്തെ മുറുകെ പിടിക്കാൻ ചിലരുണ്ട്. ദൈവത്തിന്റെ നാമത്തെ നിഷേധിക്കാത്ത ചിലരുണ്ട്. നമ്മൾ പലപ്പോഴും കാരണങ്ങൾ പറയും, സാഹചര്യങ്ങൾ പറയും, ചുറ്റുപാട് പറയും. ഞാൻ ആ ഭാഗം അല്പം ഒന്ന് വിശദീകരിച്ച് അവസാനിപ്പിക്കാം. ഞാൻ ജോലി ചെയ്യുന്ന ഇന്നടത്തായതുകൊണ്ട്, എൻ്റെ പ്രൊഫഷൻ ഇന്നതായതുകൊണ്ട്, എൻ്റെ സാഹചര്യം ഇന്നതായതുകൊണ്ട്, എൻ്റെ നാടിന്നതായതുകൊണ്ട്, അയൽക്കാരിന്നതായതുകൊണ്ട്, ഇങ്ങനെ പലത് ഇന്നത് കൊണ്ട് എന്ന് നമ്മൾ ആരെങ്കിലും ദൈവസന്നിധി ചെന്നേച്ച്, കർത്താവേ, എനിക്ക് വേണ്ട വിധത്തിൽ ജീവിക്കാൻ കഴിയാഞ്ഞത് ഇന്നടത്തായത് കൊണ്ടാ എന്ന് പറഞ്ഞാൽ കർത്താവ് പെർഗമോസിലെ സഭയിലെ വിശ്വാസികളെ വരുത്തും. സാക്ഷ്യം ഒന്ന് പറഞ്ഞേ. അവരെഴുന്നേറ്റൊരു സാക്ഷ്യം പറയും. എന്തോ പറയും? ഇതാ അവരുടെ സാക്ഷ്യം. സാത്താന്റെ സിംഹാസനം ഉള്ളിടത്തായിരുന്നു ഞങ്ങളുടെ സഭ. പക്ഷെ അവിടെ ഞങ്ങൾ എന്തോ ചെയ്തില്ല? നാമത്തെ ദൂഷിച്ചില്ല, വിശ്വാസം നിഷേധിച്ചില്ല, നാമത്തെ. അവരുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ കർത്താവ് ചോദിക്കും, ഇനി എന്തോ നിങ്ങൾക്ക് പറയാനുള്ള? പറഞ്ഞേ, എന്തോ പറയും നമ്മൾ? ഞാനൊന്നോട് പറഞ്ഞോട്ടെ, നമുക്ക് ഒത്തിരി എക്സ്ക്യൂസസ് ഉണ്ട് പല കാര്യത്തിലും. അവിടെ ആയോണ്ടാ, ആ ജോലി ആയോണ്ടാ, ആ സാഹചര്യം ആയോണ്ടാ, അങ്ങനത്തെ ചുറ്റുപാടായോണ്ടാ. ഇതൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാനുള്ളൊരു എക്സ്ക്യൂസാ, ഒരു മുടന്ത ന്യായമാണ്. പക്ഷേ ഇതിലൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഈ എക്സ്ക്യൂസും കൊണ്ട് വരുമ്പം കർത്താവ് ഈ പെർഗമോസിലെ സഭയിൽ നിന്ന് വന്ന വിശ്വാസികളൊന്ന് എഴുന്നേറ്റാട്ട്.
നിത്യതയിൽ വെച്ച് പ്രതിഫല വിഭജനത്തിന്റെ സമയത്ത് കർത്താവ് ഞാൻ പറയാം, നിനക്കിന്നെ കിട്ടി കർത്താവ്, എനിക്കത് കിട്ടാഞ്ഞതിന്റെ കാരണം ആ ദേശത്തെ പാർത്തപ്പോൾ, ആ ചുറ്റുപാട് പാർത്തപ്പോൾ അത്രയേ ഒക്കത്തുള്ളൂ. നമ്മളങ്ങ് ഉറപ്പിച്ച് പറയുമ്പം നിങ്ങളുടെ ഭാവന ഒന്ന് കാണും. കർത്താവ് അവിടെ നിന്ന് പറയും, പെർഗമോസ് സഭക്കാർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? എഴുന്നേറ്റ്. കൂട്ടത്തിൽ ഒരാളൊരു സാക്ഷ്യം പറഞ്ഞേ, അവരെന്തോ പറയും? ഈ സാക്ഷ്യം പറയും. ഈ സാക്ഷ്യം കേട്ട് കഴിയുമ്പോൾ കർത്താവിൻ്റെ ചോദ്യം, ഇനി നീ ബാക്കി പറ. ബാക്കി എന്തോ പറയാൻ പറ്റും? എന്തോ ഒരു പിൻ ഡ്രോപ്പ് സൈലൻസ്. ബാക്കി എന്തോ പറയാൻ പറ്റും? ഒരു എക്സ്ക്യൂസും കർത്താവിൻ്റെ മുമ്പിലില്ല. നമുക്ക് ദൈവത്തോട് പറയണം. ആദ്യത്തെ ഞാൻ ഓർപ്പിച്ചല്ലോ, മേശക്കിൽ പ്രവാസം ചെയ്യുന്നു, കേദാർ കൂടാരങ്ങളിൽ പാർക്കുന്നു. പക്ഷെങ്കിൽ ഈ മേശക്കിൽ പ്രവാസം ചെയ്യുമ്പോഴും കേദാർ കൂടാരങ്ങളിൽ പാർക്കുമ്പോഴും അധമമായതൊഴിച്ച് ഉത്തമമായത് പ്രസ്താവിക്കാനാണ് ദൈവം എന്നെ ആക്കിയത്. ഇവിടെ ഞാൻ വീണ്ടും പറയുന്നു, ഈ പെർഗമോസിലെ സഭ സാത്താന്റെ സിംഹാസനമുള്ളിടത്ത് അവിടെ ഒന്ന് രണ്ട് വാക്കുകൂടെ ഒന്ന് വായിക്കുക. ഒരിക്കലും ആ വാക്യം ഒന്ന് വായിച്ചോളൂ. 13 വാക്യം മാത്രം ഒന്ന് വായിച്ചോളൂ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ. നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളടമെന്നും എനിക്കറിയാം. കർത്താവ് പറയാണ്, നീ എവിടാ പാർക്കുന്നത്? അവിടെ സാത്താന്റെ ക്യാപിറ്റൽ സിറ്റിയാണ്, അവൻ സിംഹാസനം ഇട്ടിട്ടുണ്ട്, എനിക്കറിയാം. അവരോട് പറയുകയാണ്, ഈ ക്യാപിറ്റൽ സിറ്റിയിൽ നീ എന്റെ നാമം മുറുകെ പിടിച്ചു. സാത്താനി ആരാധന എവിടെ ഉയരുന്നു? സാത്താന്റെ പ്രവർത്തികൾ വളരെ ശക്തമാകുന്നു. പക്ഷെങ്കിൽ അവരോട് പറയുന്നു, ഇതിന്റെ നടുവിലും നീ എന്റെ നാമം മുറുകെ പിടിച്ചു. നീ പ്രശ്നത്തിന്റെ നടുവിൽ സാത്താനിലേക്ക് തിരിഞ്ഞില്ല, ലോകത്തിലേക്ക് തിരിഞ്ഞില്ല, സാഹചര്യങ്ങളിലേക്ക് തിരിഞ്ഞില്ല, ചുറ്റുപാടുകളിലേക്ക് തിരിഞ്ഞില്ല. പകരം നീ ചെയ്തൊരു കാര്യമുണ്ട്, നീ എന്റെ നാമത്തെ മുറുകെ പിടിച്ചു. ഇന്ന് പകൽ ദൈവമക്കളെ, ആത്മാവിൽ ആ ദൂത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞോട്ടെ. ചില സാത്താൻ സിംഹാസനമിട്ട് വാഴുന്നിടത്തും നമ്മളെ നോക്കിക്കൊണ്ട് സ്വർഗം വിളിച്ചു പറയണം, എന്റെ മകൻ ഇന്നാര്, എന്റെ മകൾ ഇന്നാര് ദൈവത്തിന്റെ നാമത്തെ മുറുകെ പിടിച്ചിരിക്കുന്ന വ്യക്തിയാ. യെസ്, ഹല്ലേലൂയ. നമ്മളെക്കുറിച്ച് സ്വർഗം പറവാൻ നമ്മൾ ആഗ്രഹിക്കേണ്ട സാക്ഷ്യം ഇതാണ്, ഞാൻ എന്റെ ദൈവത്തിന്റെ നാമത്തെ മുറുകെ പിടിച്ചിരിക്കുന്നു. വായിച്ചോളൂ. വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്തു തന്നെ. മതി, ആ ഭാഗങ്ങൾ ശ്രദ്ധിച്ചല്ലോ. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്തു തന്നെ നീ എങ്കിലുള്ള വിശ്വാസം. നിനക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ? സാത്താൻ പാർക്കുന്നിടത്ത് എനിക്ക് ദൈവത്തിങ്കലുള്ള വിശ്വാസത്തെ തള്ളിക്കളയാൻ സാഹചര്യങ്ങളുണ്ടായിട്ടും ഞാൻ അതിനെ തള്ളിക്കളയാതെ, നാമത്തെ നിഷേധിക്കാതെ, രക്ഷപ്പെടാൻ വേണ്ടി സാത്താന്റെ പേര് പറഞ്ഞ് ഞാൻ അതിനോട് ചേർന്ന് നിൽക്കാതെ, ദൈവത്തിന്റെ നാമത്തെ നിഷേധിക്കാതെ പിടിച്ചു നിന്ന ഒരു സഭ പെർഗമോസിലുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവമക്കളെ വ്യക്തമായി ഉണർപ്പിച്ചോട്ടെ, നമുക്ക് രക്ഷപ്പെടാൻ മാർഗമില്ല. ദൈവം ഇവരെ കൊണ്ട് നമ്മളോട് സാക്ഷ്യം പറയിക്കും. ദൈവത്തോട് പറ, കർത്താവേ, മേശക്കിൽ പാർത്താലും കേദാർ കൂടാരങ്ങളിൽ പാർത്താലും കർത്താവേ, അങ്ങയുടെ നാമത്തെ ഉയർത്തുന്ന ഒരു വ്യക്തിയാക്കി എന്നെ തീർക്കണമേ. അതിനുവേണ്ടിയുള്ള ആഗ്രഹത്തോടെ ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവ പ്രവൃത്തി നമ്മളിൽ ദൈവം ചെയ്യുക തന്നെ ചെയ്യും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അടുത്തൊരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ആദ്യ ചിന്തയിൽ നമ്മൾ പറഞ്ഞത്, നമ്മൾ പാർക്കുന്നിടം എന്താണെങ്കിലും പാർക്കേണ്ടത് എങ്ങനെയെന്ന് വചനം നമ്മളെ ഓർപ്പിച്ചു. ഇനിയും ഇതിൻ്റെ നടുവിൽ ഞാൻ ദൈവത്തെ അനുസരിച്ച് ജീവിച്ചാൽ പ്രതിഫലം വല്ലതുകൊണ്ടോ? നമുക്ക് പലപ്പോഴും ചിന്ത ഇവിടെ പറയുന്നുണ്ട്, ഒരു അന്തിപ്പാസ് ഏറ്റവും ഭക്തനായിരുന്നു, അവനെ കൊന്നു, ഭക്തി ജീവിച്ചവനെ കൊന്നു, അപ്പം ഞാൻ രക്ഷപ്പെടുകയല്ലേ നല്ലത്? വചനം ഇങ്ങനെയുള്ള പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ ഭക്തിക്ക് വേണ്ടി, വചനത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി നിന്നാൽ എനിക്ക് പ്രയോജനമുണ്ടോ? അപ്പോസ്തലനായ പൗലോസ് അതിന് മറുപടി പറയുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. മതി, ആ വാക്ക് ഒന്ന് ഞാൻ വിശദീകരിക്കാം. അപ്പോസ്തലൻ അവിടെ പറയുന്നൊരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, വക്രതയും കോട്ടവുമുള്ള
തലമുറയുടെ നടുവിൽ. അപ്പം ദൈവം തൻ്റെ മക്കളെ ആക്കിയത് എവിടെ? വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിലാണ്. ആത്മീയരും ഭക്തരും വിശുദ്ധരുമായവരുടെ നടുവിലല്ല ദൈവം നമ്മളെ ആക്കിയത്, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ. അങ്ങനെയെങ്കിൽ എൻ്റെ ചുറ്റും ആരാ? വക്രതയും കോട്ടവുമുള്ള തലമുറ. അതിൻ്റെ നടുവിൽ ദൈവം എന്നെ ആക്കി. എന്നിട്ട് എന്നോട് പറയുന്ന വാക്ക്, നിങ്ങൾ അനന്യരും നമ്മൾ പറയും ദൈവമേ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് ഇച്ചിരൂടൊക്കെ ആനുകൂല്യങ്ങളൊക്കെ തന്നിട്ട് പിറുപിറുക്കാതെ തർക്കിക്കാതെ വാദിക്കാതെ ജീവിക്കാൻ പറഞ്ഞാൽ പിന്നെ അംഗീകരിക്കാം. ആ വാക്ക് നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം നിങ്ങൾ എന്തു ചെയ്താലും പിറുപിറുപ്പും വാദവും കൂടാതെ. ദൈവത്തിൻ്റെ വചനം പഠിച്ചു വരുമ്പോൾ നമുക്കൊത്തിരി വൈരുദ്ധ്യങ്ങളൊക്കെ ചിലപ്പം തോന്നും. കർത്താവെ ആത്മീയരുടെ ഇടയിൽ, പാട്ടുപാടുന്നവരുടെ ഇടയിൽ, സ്തോത്രം പറയുന്നവരുടെ ഇടയിൽ, ദൈവം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുടെ ഇടയിൽ എന്നെ ആക്കിയിട്ട് ഞാൻ അനന്യനും പരമാർത്ഥിയുമായി ജീവിക്കാൻ പറഞ്ഞാൽ ഞാനൊന്ന് ശ്രമിക്കാം. ഇപ്പം കൊണ്ടാക്കിയേക്കുന്ന ഇവിടെ വക്രതയും. എന്നിട്ട് പറയുക നീ എന്നോ ചെയ്യണം, നീ നിഷ്കളങ്കനാകണം, നീ അനന്യനാകണം. ഇതുവല്ല നടക്കുമോ? എന്നിട്ട് ഇടയ്ക്കുണ്ട് ഞാനെന്ത് പിറുപിറുക്കാൻ പാടില്ല. ഓ എന്നോ കഷ്ടമാണ്, എന്നോ ചെയ്യാനാ, ആരോട് പറയാനാ? ഇങ്ങനത്തെ ഗതി വന്നു പോയല്ലോ. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് പിറുപിറുപ്പ്. പിന്നെ അവിടെ വേറൊരു വാദമുണ്ട്, പിറുപിറുപ്പും. എന്താ വാദം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? കോടതി ഭാഷയാണ്. വാദിക്കുന്നത് എന്തിനാ? ഒരു വക്കീൽ വാദിക്കുന്നത് എന്തിനാ? ജയിക്കാനോ? അപ്പം വാദത്തിൻ്റെ അർത്ഥം എന്നാ? അസുഖമല്ല വാദം, ഞാൻ പറഞ്ഞ കോടതിയിലെ വാദമാണ് ഉദ്ദേശിക്കുന്നത്. ആ വാദം എന്തിനാ? ജയിക്കാനാണെങ്കിൽ ഞാൻ വിട്ടുകൊടുക്കുമോ? ഏതെല്ലാം മാർഗത്തിൽ കൂടെ ജയിക്കാൻ നോക്കുമോ? ഞാൻ തർക്കിക്കും, ഞാൻ വാദിക്കും. കാരണം കള്ളം പറഞ്ഞാണെങ്കിലും തട്ടിപ്പ് കാണിച്ചാണെങ്കിലും ഏത് മാർഗത്തിലൂടെ ആണെങ്കിലും എനിക്ക് ജയിക്കണമെങ്കിൽ ഞാൻ വാദിക്കും. കർത്താവ് പറയുന്നു, നീ ഇവരുടെ നടുവിൽ, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യർ പരമാർത്ഥികൾ ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമായി. വായിച്ചോ ആ വാക്യം അതല്ലോ. ആകേണ്ടതിന് നീ ഇതിൻ്റെ നടുവിൽ നീ ആരാകണം? ആ വാക്ക് വളരെ ഗൗരവത്തോടെ ഓർക്കണം. ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ ഞാൻ അനന്യനാകണം, പരമാർത്ഥിയാകണം, ദൈവത്തിൻ്റെ നിഷ്കളങ്ക മകനും മകളുമാകണം. ആകണമെങ്കിൽ എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. എന്തു പ്രശ്നം വന്നാലും ഞാൻ പിറുപിറുക്കരുത്, ഞാൻ വാദിക്കാൻ പോകരുത്, ഞാൻ ജയിക്കാൻ പോകരുത്, ഞാൻ തർക്കിക്കാൻ പോകരുത്, ജയിക്കാൻ വേണ്ടി ഏത് മാർഗവും ഞാൻ തേടാൻ പോകരുത്. കാരണം ഞാൻ ദൈവത്തിൻ്റെ മകനാകണം. അവിടെ കൊണ്ട് തീർന്നില്ല. അടുത്ത വാചകം വായിച്ചു. അവരുടെ ഇടയിൽ മതി. വീണ്ടും ഞാൻ ഭാഗം ഒന്നുകൂടെ ഗൗരവത്തോട് ശ്രദ്ധിക്കണം. അവരുടെ ഇടയിൽ. ആരുടെ ഇടയിൽ? വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ ഇടയിൽ ജീവന്റെ വചനം പ്രമാണിച്ചാൽ നീ ജ്യോതിസിനെ പോലെ പ്രകാശിക്കും. കൃപ, ദൈവകൃപ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കും, ഓർപ്പിച്ചോട്ടെ. ജീവന്റെ വചനം പ്രമാണിക്കാൻ ഏറ്റവും ഈസി എവിടെയാ? നമ്മുടെ ധാരണ പെന്തിക്കോസ്തുകാരുടെ ഇടയിലാണ്. അല്ല, ഈ വചനം നമുക്കെല്ലാം അറിയാം. ഇത് അറിയാത്തവൻ്റെ അടുക്കൽ ചെന്ന് ഈ വചനം അങ്ങോട്ട് പറ. അവർ കേട്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ഈ ലോകത്തിൻ്റെ അധമമായ കാര്യങ്ങളാണ്. സ്റ്റാൻഡേർഡ് കുറഞ്ഞതാ. നമുക്കൊക്കെ തോന്നുമായിരിക്കും അത് ഭയങ്കര സ്റ്റാൻഡേർഡാണ്. അല്ല, വേദപുസ്തക അടിസ്ഥാനത്തിൽ പല സ്റ്റാൻഡേർഡ് ഇല്ലാത്ത കാര്യങ്ങൾ അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നടുവിൽ ഞാൻ ഈ വചനം പ്രമാണിച്ചാൽ, ഞാൻ വ്യത്യസ്തനായാൽ, ഞാനൊരു ജ്യോതിസായി മാറുക. അത് എങ്ങനെ ഇത് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എത്രയും ലളിതമാക്കാം, എങ്കിലും നിങ്ങളൊന്ന് വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം.
ഇവരുടെ നടുവിൽ, വീണ്ടും പറയുന്നു, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ. 15-ാം വാക്യത്തിൽ അവരുടെ ഇടയിൽ, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിക്കണം. ഒന്നിനു പകരം മറ്റൊന്ന് പറയുമ്പോൾ അവരുടെ ഇടയിൽ ഞാൻ ജീവന്റെ വചനം പ്രമാണിക്കണം, ഞാൻ ജ്യോതിസാകും. യേശു കർത്താവ് പറഞ്ഞ ഒരു ഉദാഹരണം വേഗത്തിൽ ഞാൻ എടുത്ത് കാണിക്കും. ഉദാഹരണമല്ല, നടന്ന സംഭവമാണ്. യേശു കർത്താവ് പറഞ്ഞല്ലോ, നിന്നെ 1 നാഴിക നടക്കാൻ വിളിച്ചാൽ നീ എന്തോ ചെയ്യണം? 2 നാഴിക പോകണം. അതായത് അന്ന് കാലത്ത് ചരിത്രം നമുക്കറിയാം, പട്ടാളക്കാർ, റോമൻ മിലിറ്ററിയാണ് അവരെ ഭരിക്കുന്നത്. ഇവർക്ക് വലിയ ശമ്പളം കൊടുക്കത്തില്ല. അവരോട് പറഞ്ഞിട്ടുണ്ട്, ബാക്കി എങ്ങനെയൊക്കെ പിടിച്ചു പറിച്ചോണം. അതുകൊണ്ടാണല്ലോ യോഹന്നാൻ സ്നാപകന്റെ മാനസാന്തര സ്ഥാനത്തിന് വെച്ച് ഇറങ്ങുമ്പോൾ താൻ പറയുന്നുണ്ടല്ലോ, അന്യായമായി പിടിച്ചു വാങ്ങിയതൊക്കെ നിങ്ങൾ തിരിച്ചു കൊടുക്കണം. സക്കായിയുടെ മാനസാന്തരത്തിന് സക്കായി അത് പറയുന്നുണ്ട്. കാരണം അവർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇത്രയും ശമ്പളമേ തരത്തുള്ളൂ, ബാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ മേടിച്ചോണം. അതേക്കുറിച്ച് ആ ചരിത്രം നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ കാണാൻ കഴിയുന്നുണ്ട്. ഈ പട്ടാളക്കാർ ജോലി കഴിഞ്ഞ് ഇറങ്ങുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങാൻ പോകുന്നു. ഇവന്റെ വലിയ ലഗേജ് കാണും, വണ്ടി പിടിച്ചു പോകാൻ അവന്റെ കയ്യിൽ പൈസ ഇല്ല. ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു അടിമ, റോമാക്കാരനല്ലാത്തൊരു മനുഷ്യൻ അതുവഴി വന്നാൽ ഇത് എടുക്കടാ എന്ന് പറഞ്ഞാൽ അവൻ എടുത്തേ പറ്റത്തുള്ളൂ. അന്നത്തെ നിയമമാണ്. 1 കിലോമീറ്റർ ഇത് കൊണ്ടുപോകാൻ അവൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ തന്നെ 1 കിലോമീറ്ററിനപ്പുറം ഇവനെ കൊണ്ടത് ചുമയ്ക്കാനും പാടില്ല, നിയമമുണ്ട്. ഇവൻ കഷ്ടപ്പെട്ട് ഈ വലിയ ഭാരം തലയിൽ വെച്ചുകൊണ്ട് 1 കിലോമീറ്റർ നടന്നു കഴിയുമ്പോൾ ആ ചുമ്മിക്കൊണ്ട് വന്നവൻ പറഞ്ഞു, സാറേ 1 കിലോമീറ്റർ. അവൻ താത്തു വെച്ചു. ഈ പട്ടാളക്കാരൻ വീണ്ടും അവിടെ നിൽക്കുക. ഇനി വേറൊരുത്തം വരണം, അവൻ്റെ തലയിലാണ്. ഇയാളുടെ വീട് 5 കിലോമീറ്റർ ഉണ്ടെങ്കിൽ, അല്ലെ 2 കിലോമീറ്റർ ഉണ്ടെങ്കിൽ, അവിടം വരെ ചുമ്മിക്കാനായിട്ട് അടുത്ത ആളെ കാത്തു നിൽക്കുമ്പോൾ യേശു കർത്താവ് പറഞ്ഞു, നിന്നെ 1 നാഴിക നടക്കാൻ വിളിച്ചാൽ നീ എന്ത് വേണം? അവിടെ വന്നപ്പം ഈ പട്ടാളക്കാരൻ പറഞ്ഞു, നിയമം അനുസരിച്ച് എന്നാൽ നീ അങ്ങ് താത്തു വെച്ചാരെ. ഇവൻ പറയില്ല, സാറിൻ്റെ വീട് എവിടാ? അത് 2 കിലോമീറ്റർ അപ്പുറം. കുഴപ്പമില്ല, ഞാൻ അവിടെ കൊണ്ടുതരാം. ഈ ചെന്ന് കഴിഞ്ഞപ്പം ആ വീട്ടിൽ ചെന്ന്, നിങ്ങൾ ഇനി ഭാവനൊന്ന് കണ്ടേ, വീട്ടിൽ ചെന്ന് സാധനം ഇറക്കിയപ്പം ഇയാൾ എന്തോ പറഞ്ഞു കാണും, ബാ കയറി വാ, അല്പം വെള്ളമൊക്കെ കുടിച്ചിട്ട് വാ. ഇയാൾക്ക് മനസ്സിലായി ഇതെന്തോ സംതിങ് സ്പെഷ്യലാണ്. കാര്യം മനസ്സിലാകുന്നുണ്ടോ? അവരുടെ ഇടയിൽ ആ ജീവൻ്റെ വചനം പ്രമാണിക്കാൻ ഏറ്റവും ബെസ്റ്റ്. നല്ല മനുഷ്യരുടെ ഇടയിൽ നല്ലവരായിട്ട് ജീവിക്കാൻ വലിയ പാടൊന്നുമില്ല. എന്താ വ്യത്യാസം? എല്ലാവരും നല്ലവരാണ്, ഞാനും നല്ലവനാണ്. എന്നാൽ മോശക്കാരുടെ നല്ലവനായിട്ട് ജീവിക്കാമോ? നിങ്ങൾക്ക് ഒരു പ്രത്യേകത കിട്ടും. ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഈ ഉദാഹരണമൊക്കെ പറയുന്ന കാര്യം മനസ്സിലാക്കാനായിട്ടാണ്. ഇത് കഴിയുമ്പോൾ ഇതങ്ങ് അടുത്ത് കളഞ്ഞേക്കണം, അതും വെച്ചുകൊണ്ടിരിക്കല്ലേ. 90% മാർക്ക് വാങ്ങിക്കുന്ന കുഞ്ഞുങ്ങളാണ് ആ സ്കൂളിൽ, അല്ലെ ആ ക്ലാസ്സിൽ മുഴുവനെങ്കിലും. 90 ആൻഡ് എബോവ് എല്ലാ പിള്ളേരും. അതിനകത്ത് ആരാ സ്പെഷ്യൽ? എല്ലാം മിടുക്കരാ. ആ ടീച്ചേഴ്സിന് ഭയങ്കര സന്തോഷമായിരിക്കും, എല്ലാം മിടുക്കരാ, എല്ലാം 90 ആൻഡ്. എന്നാൽ തൊട്ടടുത്ത ക്ലാസ് ജസ്റ്റ് പാസ്, ആവറേജ് 40%. അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തൻ 90-കാരനുണ്ടെന്ന് വെച്ചോ, ഇവൻ ആരായിരിക്കും? അവനവിടെ ഹീറോയാ. നിങ്ങൾ കൂടെ ഉണ്ടോ? എല്ലാം 40യാ, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ 90 വന്നാൽ ഞാൻ ഹീറോയാ. എല്ലാം 90യുടെ കൂട്ടത്തിൽ ഞാനും 90 പറഞ്ഞിട്ട് എന്താ വിശേഷം? അങ്ങനെയെങ്കിൽ ജീവന്റെ വചനം പ്രമാണിക്കേണ്ടത് എവിടാ? 15-ാം വാക്യം വായിക്കാമോ? ഒന്നുകൂടെ വായിച്ചോ. അവരുടെ ഇടയിൽ, മറക്കരുത്, ഞാൻ വീണ്ടും പറയുന്നു, അവരുടെ ഇടയിൽ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ ഇടയിൽ വേണം ഞാൻ ഈ വചനത്തിന്റെ പ്രമാണം അനുസരിക്കാൻ. വിശ്വാസികളിടയിൽ, വചനം പ്രമാണിക്കുന്നവരുടെ ഇടയിൽ വേണ്ട എന്നല്ല, അവിടെയും നിങ്ങൾ വേണം. പക്ഷെ അതിലുമുപരിയായിട്ട് അവിശ്വാസിയുടെ മുമ്പിൽ, ഈ വചനം മനസ്സിലാക്കാത്തവന്റെ മുമ്പിൽ, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ ഞാൻ ജീവന്റെ വചനം പ്രമാണിച്ചാൽ തീർന്നില്ല, എനിക്ക് കിട്ടുന്ന പ്രതിഫലമാണ് പറഞ്ഞത്. മതി. ദൈവമക്കളെ, വളരെ ഗൗരവത്തോടെ ഓർക്കണം. ജീവന്റെ വചനം വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ പ്രമാണിച്ചാൽ നിത്യതയിൽ പ്രതിഫലം കിട്ടുമെന്ന് മാത്രമല്ല, അവിടെ പറയുന്നത് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ നിങ്ങൾ പ്രകാശിക്കും. നക്ഷത്രത്തെ പോലെ ഞാൻ ഈ ലോകത്തിൽ തന്നെ പ്രകാശിക്കണമെങ്കിൽ ഞാൻ വക്രതയുള്ളവരുടെ നടുവിൽ ജീവന്റെ വചനം പ്രമാണിക്കണം.
യെസ്, ഹല്ലേലൂയ. നമ്മളൊക്കെ പലപ്പോഴും പറയും ഭക്തന്മാരുടെ ഭക്തനായിട്ട് ജീവിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് ഒരു പ്രത്യേകതയുമില്ല. എല്ലാവരും 90%, നിങ്ങളും 90%. നീ 40% അടുക്കൽ 90% ആകാമോ? യെസ്, ഹല്ലേലൂയ. വക്രത കാണിക്കുന്നവന്റെ അടുക്കൽ നീ ഭക്തിയോടൊന്ന് ജീവിക്കാം. നമുക്ക് പലപ്പോഴും അറിയാതെ ഉണ്ടായ ഒരു ചിന്ത ഇതാണ്, അവൻ തട്ടിപ്പ, ഞാനും തട്ടിപ്പ. അവന്റെ അടുക്ക നിൽക്കണമെങ്കിൽ ഞാൻ അല്പം തട്ടിപ്പ് കാണിച്ചാലേ പറ്റത്തുള്ളൂ. അവൻ വക്രന, ഞാനും വക്രതയോട് നിന്നാലേ ഒക്കത്തുള്ളൂ. അത് ലോകത്തിന്റെ പ്രമാണം. ഞാൻ വീണ്ടും പറയുന്നു, വചനത്തിന്റെ പ്രമാണം അതിന് ജസ്റ്റ് ഓപ്പോസിറ്റാ. യെസ്, ഹല്ലേലൂയ. അവൻ തട്ടിപ്പ് കാണിക്കുമ്പോൾ അതിന്റെ നടുവിൽ നീ വിശ്വാസനായിട്ടൊന്ന് നിൽക്കാമോ? നിന്നെ ലോകത്തിൽ ജ്യോതിസിനെ പോലെ പ്രകാശിപ്പിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. ഇന്ന് പകൽ വിശ്വസിച്ചുകൊണ്ട് വിളിച്ചു പറ, മറ്റുള്ളവരെന്തുമാകട്ടെ, എങ്ങനെയുമാകട്ടെ, അവരുടെ രീതിയിലല്ല ജീവിക്കാൻ എന്നെ കർത്താവ് വിളിച്ചത്. അവരുടെ നടുവിൽ ജീവന്റെ വചനം പ്രമാണിക്കണം. എനിക്കെതിരെ ആരോപണം പറയുന്നവരൊക്കെ നോക്കിക്കൊണ്ട് അവരെ അനുഗ്രഹിക്കാൻ കഴിഞ്ഞാൽ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ, ആ തട്ടിപ്പ് നടത്തുന്നവനോട് നിനക്ക് അബദ്ധം പറ്റരുതെന്ന് പറഞ്ഞുകൊണ്ട് അവനെ സഹായിക്കാൻ നമ്മളൊന്ന് തുനിയാമെങ്കിൽ നമ്മൾ ജ്യോതിസിനെ പോലെ പ്രകാശിക്കാൻ പോവാ. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. നമ്മൾ ഇപ്രകാരം എന്ന് പറയണം, ഈ ലോകത്തിൽ തന്നെ നിത്യതയിൽ പ്രതിഫലം വേറെയുണ്ട്. ഈ വചനം ഈ ലോകത്തിൽ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ ഞാൻ വചനം പ്രമാണിച്ചാൽ ദൈവം എന്നെ ഒരു നക്ഷത്രത്തെ പോലെ തിളക്കാൻ പോവാ. യെസ്, ഹല്ലേലൂയ. നമ്മൾ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് എന്തും കാണിച്ചോട്ടെ, പക്ഷേ നിങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തരായി മാറാം. ദൈവം നിങ്ങളെ മാനിക്കും, ഉറപ്പാ, 100% ഉറപ്പാ. വേദപുസ്തകത്തിന്റെ അടിത്തറയൊന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദൈവം നിങ്ങളെ മാനിക്കും. കൂട്ടുകാരെന്തും കാണിക്കട്ടെ, ഞാൻ അതിനപ്പുറം കാണിക്കുമെന്ന് പറഞ്ഞാൽ ഒടുവിൽ നമ്മൾ ഔട്ടാകത്തേ ഉള്ളൂ, പുറത്താകത്തേ ഉള്ളൂ. പക്ഷെ ഓർത്തോണം, കൂട്ടുകാരെന്തും കാണിച്ചോട്ടെ, ഞാൻ വചനത്തിന് വേണ്ടി നിൽക്കും. നിങ്ങൾ അറിയാതെ നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ തന്നെ നിങ്ങളെ മാനിക്കാൻ ദൈവം വിശ്വസനാണ്. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ട കണ്ണുകൾ അടച്ചാട്ടെ. മേശക്കിൽ പ്രവാസം ചെയ്യുന്നത് കൊണ്ടും കേദാർ കൂടാരങ്ങളിൽ പാർക്കുന്നത് കൊണ്ടും എനിക്കെന്തും ആകാം, എന്നെ കൊണ്ട് ഇത്ര ഒക്കത്തുള്ളൂ എന്നല്ല വചനം നമ്മളെ ഓർപ്പിച്ചത്. യെസ്, ഹല്ലേലൂയ. അധമമായത് പ്രസ്താവിക്കുന്നവരുടെ നടുവിൽ ഉത്തമമായത് പ്രസ്താവിപ്പാൻ ദൈവം നമ്മുടെ നാവിൽ ചില ഉത്തമമായത് തന്നിട്ടുണ്ട്. ദൈവമക്കൾ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, അധമമായത് പറയുമ്പോൾ അതിന് മറുപടിയായി അതിലും അധമമായത് പറവാനല്ല, ഉത്തമമായത് പറവാൻ എൻ്റെ നാവിനെ ബലപ്പെടുത്തണമേ. അങ്ങനെയെങ്കിൽ നീ ദൈവത്തിന്റെ നാവായി മാറും. യെസ്, ഹല്ലേലൂയ. മാത്രമല്ല, അവർ നിന്റെ പക്ഷം തിരിയും, അവർ നിന്റെ അടുക്കലേക്ക് വരും, നിന്നെ ബഹുമാനിക്കും, നിന്നെ ആദരിക്കും. നീ ദൈവത്തിന്റെ ഒരു മകനാണ്, മകളാണെന്നുള്ള ആ ബഹുമാനത്തോടെ നിന്നെ മാനിക്കുവാൻ നീ ഉത്തമമായത് പ്രസ്താവിക്കാൻ തയ്യാറാവുക. സാത്താന്റെ സിംഹാസനമുള്ളിടത്ത് പോലും ആ പെർഗമോസിലെ സഭയിൽ ആ നാമത്തെ നിഷേധിക്കാത്ത, നാമത്തെ മുറുകെ പിടിച്ച ചിലരുണ്ടായിരുന്നെങ്കിൽ ഇന്ന് പകൽ വിളിച്ചു പറ, കർത്താവേ, സാഹചര്യം എന്താണെങ്കിലും, സമ്മർദ്ദം എത്ര വലുതാണെങ്കിലും എന്റെ ദൈവത്തിന്റെ നാമത്തെ ഉപേക്ഷിക്കാതെ ആ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കാനുള്ള കൃപ എനിക്ക് തരണമേ. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. ഇന്ന് പകൽ സമർപ്പിച്ചേൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ദൈവമക്കളെ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, എനിക്ക് രക്ഷപ്പെട്ടു പോകാൻ പല കാരണങ്ങളുണ്ടായിരിക്കാം. പക്ഷെ ദൈവവും ഭാഗം ഇതൊന്നും ഒരു രക്ഷപ്പെടൽ മാർഗമല്ല. ഈ സാത്താന്റെ സിംഹാസനം ഉള്ളിടത്ത് പോലും ഒരു സഭയുണ്ടായിരുന്നെങ്കിൽ, അവിടെയും ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി നിന്നവരുണ്ടെങ്കിൽ നമുക്ക് പറയാൻ കഴിയണം, കർത്താവേ, അങ്ങനെയെങ്കിൽ അങ്ങയുടെ നാമത്തെ മുറുകെ പിടിക്കാൻ എനിക്കും കൃപ തരണമേ. ഓ ഹല്ലേലൂയ. ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ ദൈവത്തിന്റെ വചനം പ്രമാണിക്കാമോ? ജ്യോതിസുകളെ പോലെ, ഞാൻ ആ വാക്ക് ആവർത്തിച്ച് പറയുന്നു, ഇവിടെയും നീ ഒരു ജ്യോതിസായി മാറും. നിത്യതയിൽ നിലനിൽക്കുന്ന ഒരു വലിയ പ്രതിഫലം നൽകി കർത്താവ് എന്നെ ആദരിക്കും. അപ്പോൾ തന്നെ ഈ വചനം പ്രമാണിച്ചവനെ ഈ ഭൂമിയിൽ നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ, നിന്നെ പരിഹസിച്ചവരുടെ മുമ്പിൽ, നിന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ നിന്നെ ഒരു ജ്യോതിസിനെ പോലെ ആക്കാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് പകൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോട് പറ, കർത്താവേ, അവരുടെ ഇടയിൽ ജീവന്റെ വചനം പ്രമാണിക്കാനുള്ള കൃപ തരണമേ. വാ തുറന്ന് ധൈര്യത്തോട് ദൈവമക്കളെ വിളിച്ചു പറ,
നിങ്ങളുടെ ചെവിയിലൂടെ നിങ്ങളുടെ ഉള്ളിലേക്ക് അത് ചൊല്ലട്ടെ. പിശാച് അത് കേൾക്കട്ടെ, സ്വർഗം അത് കേൾക്കട്ടെ. കർത്താവെ, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ കർത്താവെ, ഒരു വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിസിനെ പോലെ പ്രകാശിപ്പാൻ എനിക്ക് കൃപ തരണമേ. ഓ രക്തത്താൽ ജയം, യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ കർത്താവ് ഈ വചനം കേട്ട പ്രിയപ്പെട്ടവരെ അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിക്കുന്നു. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ കർത്താവേ, ഞങ്ങൾ കനിന്യരാകണം, പരമാർത്ഥികളാകണം, ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളാകണം. കർത്താവേ, അവരുടെ ഇടയിൽ ജീവന്റെ വചനം പ്രമാണിപ്പാൻ കർത്താവേ ഞങ്ങൾക്ക് കൃപ തരണമേ. യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ കർത്താവേ അപ്രകാരം സംഭവിക്കട്ടെ. കൃപ, ദൈവകൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കതിനു വേണ്ടി ദൈവകരം കേൾപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങൾ അതിനൊരു മുഖാന്തരമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മളെ ഇവരെയും സഹായിക്കും, അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.